ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആൻഡ് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഷവർമ ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയാണ്. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ സൈഡിൽ നിന്നൊക്കെ എടുത്ത് മാറ്റുന്ന ബ്രെഡ് കളയല്ലേ, അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കിച്ചൺ ടിപ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനി സൈഡിൽ കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എത്ര എണ്ണമാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും എണ്ണം ചെയ്തെടുക്കുക. ഞാനിവിടെ 10 സ്ലൈസ് ബ്രെഡ് ഉപയോഗിച്ചിട്ട് 5 എണ്ണമാണ് ചെയ്തെടുക്കുന്നത്. എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും ഒരു എഗ്ഗും വേണം. അതിനായി ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച ബ്രെഡ് ഈ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. സൈഡൊക്കെ ചെറുതായി വിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ചേർത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലാണ് വെക്കേണ്ടത്. അല്ലാതെ തീ കുറച്ച് വെക്കുകയാണെങ്കിൽ നല്ലപോലെ എണ്ണ പിടിക്കും ഇതിൽ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ പരന്ന പാനിലല്ലാതെ കുഴിയുള്ള പാനിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. 2 സൈഡും മൊരിഞ്ഞതിന് ശേഷം ഞാനിതാ ഓയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ബ്രെഡെല്ലാം ഞാനിതാ ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ചെറുതായി കട്ട് ചെയ്ത കുക്കുംബർ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു സവാളയുടെ 1/4 ഭാഗം ചെറുതായി കട്ട് ചെയ്തത്, 1/4 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് കാബേജ്, പിന്നെ ഇതിലേക്ക് ഉപ്പും 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച ചിക്കൻ പിച്ചിയെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ, ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, 1/2 ടീസ്പൂൺ വിനെഗർ, പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ മയോണൈസുമാണ്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് എടുത്ത് നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 പോക്കറ്റാക്കി എടുക്കാം ഇതിനെ. ബ്രെഡിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. ഇതാ കണ്ടല്ലോ, നല്ലപോലെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇനി ഓരോ ബ്രെഡ് പോക്കറ്റിലും നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ചേർത്ത് കൊടുക്കണം. ഈ പോക്കറ്റിൽ നല്ലപോലെ നിറയെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റായി അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.